ഇപ്പൊ ഷവ്വാലിലുള്ള സുന്നത്ത് നോമ്പ് ആയിഷ ബീവിന്റെ ഒരു ഹദീസിൽ കേട്ട ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പോ അവസാനത്തിലാണ് ഷബാനിലാണ് ആയിഷ ബീവി കളാ വീട്ടിയിരുന്നത് എന്നുള്ളത് ഒരു കാര്യം. അപ്പൊ ഷവ്വാലിലുള്ള അപ്പൊ നമുക്ക് സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഫർള് കളാ വീട്ടിയതിന് ശേഷം മാത്രമേ സുന്നത്തുകൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ആയിഷ ബീവിയുടെ ഈ ഒരു ഇത് അപ്പൊ അതിന് മുമ്പുള്ള സുന്നത്തുകളൊക്കെ ഒഴിവായി ഇങ്ങനെയാ അതിന്റെ ചോദിക്കുമ്പോ അതൊരു വേറെ രീതി ആവും എന്നുള്ളത് മനസ്സിൽ വരുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അൽ-ഇജാബയിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ്, എങ്കിൽ ഒന്നുകൂടി പറയാം. അഥവാ ഈ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന് മഹദിക്ക് ബാക്കി ഉണ്ടായിരുന്ന നോമ്പ് അത് അടുത്ത ഷാബാനിലൊക്കെ ആയിരുന്നു നോറ്റ് വീട്ടിയിരുന്നത് എന്ന് പറയുന്ന ഹദീസ്. ഇവിടെ ഈ ആർനോമ്പിന്റെ വിഷയത്തിൽ മാത്രമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പണ്ഡിതന്മാരൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് റമദാനിലെ മുഴുവൻ നോമ്പുകൾ നോറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആർനോമ്പ് നോൽക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സുന്നത്തുകൾ അത് ബാധിക്കുന്നില്ല. അത് പ്രത്യേകം പറയാനുള്ള കാരണം ആർനോമ്പിന്റെ വിഷയത്തിൽ ഹദീസിൽ വന്നിട്ടുള്ളത് മൻ സോമ റമദാന സുമ്മ അത്ബഅഹു സിത്തു മിൻ ഷവ്വാൽ എന്നാണ്. ആരെങ്കിലും റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും പിന്നീട് അതിനോട് ഷവ്വാലിലെ 6 ദിവസത്തെ തുടർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അന്നഹു സാമദ് ദഹ്റകുല്ല, അവന് വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് പറഞ്ഞത്. അവിടെ റമദാനിലെ നോമ്പ് നോൽക്കുകയും എന്നിട്ട് ഷവ്വാലിലെ 6 എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെ പണ്ഡിതന്മാർ പറയുകയുണ്ടായത്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് 2 രൂപത്തിലാണ് പണ്ഡിതന്മാരിൽ ആളുകൾ ആ ഹദീസുകൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹക്ക് ശർഈയായ ഉദ്റുകൾ ഉള്ളത് കൊണ്ടാകാം മഹദി അത് നീട്ടിവെച്ചത്. രണ്ടാമത്തത്, ആയിഷ റളിയല്ലാഹു അൻഹ സഹാബികളുടെ കൂട്ടത്തിലെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇജ്തിഹാദുമാകാം, ഗവേഷണവുമാകാം ആ ചെയ്തത്. എന്നാൽ ഹദീസിൽ നിന്ന് പ്രകടമായ നിലക്ക് മനസ്സിലാകുന്നത് ഈ നിലക്കാണ് എന്നതുകൊണ്ട് ഇതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അഥവാ മറ്റു സുന്നത്ത് നോമ്പുകളുടെ വിഷയമല്ല, ഷവ്വാലിലെ 6 നോമ്പ് നോൽക്കേണ്ടത് റമദാനിലെ നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. എങ്കിലാണ് ഒരു വർഷത്തെ നോമ്പ് നോറ്റ കൂലി ലഭിക്കുക എന്നതാണ്. അപ്പൊ അതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.